അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ട് പോയി കിടന്ന് രാവിലെ എണീച്ചാൽ ഏറ്റവും ആദ്യം നോക്കുന്നത് മൈലാഞ്ചി ചോന്നിക്കോ എന്നുള്ള കാര്യമാണ്. എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് എല്ലാ പെരുന്നാളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതുവരെയുള്ള എല്ലാ പെരുന്നാൾക്കും മിസ്സാക്കാണ് ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ തീരെ ക്ഷമയില്ല. മൈലാഞ്ചി നല്ല സ്റ്റെയിൻ ആവാനൊക്കെ ഉച്ച സമയം എടുക്കും. കയ്യിലെ മൈലാഞ്ചിയൊക്കെ റിമൂവ് ചെയ്ത് അടുക്കളയിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുകയാണ്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കട്ട് ചെയ്ത് വെക്കാൻ. എനിക്കാണെങ്കിൽ കുക്കിംഗ് ഒന്നും അറിയില്ലല്ലോ, അപ്പൊ കട്ടിങ് അല്ലേ നടക്കുള്ളൂ. എന്റെ വീട്ടിൽ എപ്പം ബിരിയാണി വെക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാനായിരിക്കും കട്ട് ചെയ്യുന്നത്. അത് ഞാൻ കസിന്റെ വീട്ടിലൊക്കെ പോയിരുന്നു. അപ്പൊ ഞാൻ ഇട്ടെടുത്ത മൈലാഞ്ചിന്റെ സ്റ്റെയിൻ ഒക്കെ ഞാൻ ഇങ്ങനെ നോക്കി. അതിനുശേഷം ഞാൻ എന്റെ വീട്ടിൽ വന്ന് പായസം കുടിച്ച് വീട്ടിൽ അധിക പെരുന്നാക്കും പായസം വെക്കുന്നുണ്ടെങ്കിൽ ഈ പായസമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എണീറ്റ സമയം തൊട്ട് ഉച്ചവരെ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഒരു പെരുന്നാക്ക് ഓരോ ബെസ്റ്റ് പാർട്ട് ഉണ്ടാവും. എന്റെ പെരുന്നാക്ക് ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഇതാണ്. പെരുന്നാളെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മൈലാഞ്ചിയും ഫുഡുമാണ്. ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അതിന് ഞാൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഈവനിങ് ആയപ്പോൾ ഉമ്മന്റെ വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. എല്ലാ പെരുന്നാക്കുള്ള സെയിം റൊട്ടീനാണ്. ഉമ്മന്റെ വീട്ടിൽ പോകാതെ പെരുന്നാൾ ഉണ്ടാവില്ല. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് കസിൻസ് ഒക്കെ ഉണ്ട്, അവരൊക്കെ കാണും, പിന്നെ കുറച്ച് സംസാരിച്ചിരിക്കും, പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കും. അന്ന് അവിടെ ആയിരിക്കും ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇതെന്റെ മേമന്റെ കൈയാണ്. പെരുന്നാളിന്റെ തലേന്ന് രാത്രി ഞാൻ മൈലാഞ്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ വരുമ്പോൾ മൈലാഞ്ചി കൊണ്ടുവരണം, എനിക്ക് ഇട്ടിടണം. ആള് മെഹന്തി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചപ്പോൾ ഞാൻ തന്നെ ഇട്ടെടുക്കണം എന്നൊരു പൂതി. ഞാൻ അങ്ങ് സാധിച്ചു കൊടുത്തു.